ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിനോപ്സിസ് എനിക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഷെറീന അയച്ചു തന്നു. അപ്പം ഞാൻ അതിനെ വെച്ചൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ കുട്ടി ടോപ്പിക്ക് റെഡിയാക്കി, സൈക്കോളജിക്കൽ സ്ട്രെസ് ആൻഡ് മെറിറ്റൽ കോമ്പാറ്റബിലിറ്റി എമംഗ് കപ്പിൾസ് എന്നാണ് ടോപ്പിക്ക്. നമുക്കറിയാം ഇതിലെ രണ്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈക്കോളജിക്കൽ സ്ട്രെസ്സും മെറിറ്റൽ കോമ്പാറ്റബിലിറ്റിയും. ആരിലാണ്? മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിലും. നമ്മളിപ്പം എ സ്റ്റഡി ഓൺ ദ ഇഫക്റ്റ്, ഇൻഫ്ലുവൻസ് ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഹെഡിങ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പം അങ്ങനത്തെ ഹെഡിങ്സ് മതി നമുക്ക്. ഇൻട്രൊഡക്ഷൻ ഫൈനാണ്, നിങ്ങൾ വായിച്ചു നോക്കുക, നമുക്കത് കുഴപ്പമില്ല. ഇനി വരുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ഈ ന്യൂമറസ് സ്റ്റഡീസ് ഹൈലൈറ്റ് ദിസ് ഇമ്പാക്ട് ഓഫ് സ്ട്രെസ് ഓൺ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. So when you are telling numerous, you should be able to tell how much, how many എന്ന് പറയണം. അപ്പം നമുക്കിങ്ങനെ വളരെ ജനറിക് ആയിട്ടുള്ള ടേംസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം സ്റ്റഡീസ് ഷോൺ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതിയാൽ അത് ഏത് സ്റ്റഡി ആണെന്നുള്ളത് ബ്രാക്കറ്റിൽ പറയണം. നമ്മൾ ഇൻടെക്സ് സൈറ്റേഷൻ എന്ന് പറയും, അത് കൊടുക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് സൈക്കോളജിക്കൽ സ്ട്രെസ് ക്യാൻ ഡിമിഷ് കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി, റെഡ്യൂസ് ഇമോഷണൽ അവൈലബിലിറ്റി, ലീഡ് ടു ഇൻക്രീസ് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ആര് പറഞ്ഞു? ആ പറഞ്ഞ കാര്യം അത് എവിടെ കണ്ടു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ എഴുതണം. ഇല്ലെങ്കിൽ നമ്മൾ തന്നെത്താനെ എഴുതിയതാണെങ്കിൽ നമുക്കിങ്ങനെ ക്യാൻ ഡിമിഷ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം എന്ത് പറയുമ്പോഴും അത് ആര് പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനത് പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു ബേസ് വേണം. സോ പിന്നെ ഇനി അടുത്തത് പറയാൻ പോകുന്നത് കണ്ടോ, ഗുപ്ത എറ്റോളിൻ്റെ സ്റ്റഡിയാണ് പറയണത്. നമ്മൾ എറ്റോൾ കഴിഞ്ഞ് ഇങ്ങനെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കത്തില്ല. നമ്മൾ എറ്റോൾ കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതത്തുള്ളൂ. 2020 നമ്മൾ എഴുതത്തുള്ളൂ. സോ ഗുപ്ത എറ്റോൾ emphasized the role of emotional resilience, problem solving strategies in mitigating marital strain. അപ്പം ഇതിനേക്കാളും നല്ല റിവ്യൂസ് കിട്ടുവാണെങ്കിൽ, അതായത് if there are reviews that directly contribute to stress അല്ലെങ്കിൽ marital compatibility, നമ്മൾ അതാണ് എടുക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അതുമായി ബന്ധപ്പെടുന്ന റിവ്യൂസ് നമ്മൾ എടുക്കേണ്ടത്. മാക്സിമം നിങ്ങൾ എടുക്കേണ്ട റിവ്യൂസ് ഷുഡ് ബി റിലേറ്റഡ് ടു യുവർ വേരിയബിൾസ്, അല്ലെങ്കിൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കണം. കാർട്ടറിൻ്റെ ഈ എന്താ പറയുന്നത് റിവ്യൂ കറക്റ്റ് ആണ്, പക്ഷെ ഹൈലൈറ്റ്സ് ദാറ്റ് എന്നല്ല പറയേണ്ടത്. കാർട്ടർ ഫൗണ്ട്, അല്ലെങ്കിൽ കാർട്ടർ ആർഗ്യൂഡ്, അല്ലെങ്കിൽ ഹി പ്രൂവ്ഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. സോ അങ്ങനത്തെ കുറച്ച് നല്ല വാക്കുകളും കൂടെ ഉപയോഗിക്കാം. പിന്നെ റാഷണലിനകത്ത് വരുമ്പം ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്കവരും തന്നെ ഇനി ടൂൾസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. നിങ്ങൾ ഒരിക്കലും എയിം എഴുതുമ്പോൾ ടു ഐഡന്റിഫൈ ദ സ്ട്രെസ്സേഴ്സ് ഒന്നും പറയരുത്. കാരണം നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി ചെയ്യാൻ പോകുന്നത് എന്താ? 2 ക്വസ്റ്റനെയർ കൊടുത്ത് അത് ഫില്ല് ചെയ്ത് ആ ഡേറ്റ അനലൈസ് ചെയ്യാനാണ്. സോ ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് എനി ഫെർദർ സ്റ്റെപ്സ് ടു ഐഡന്റിഫൈ ദ സ്ട്രെസ്സർ, ഇപ്പോൾ അവരോട് ചോദിക്കുക ഓക്കെ നിങ്ങളുടെ സ്ട്രെസ്സർ എന്താണ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഓക്കെ. ഇപ്പം എനിക്കറിയാവുന്നിടത്തോളം പെർസീവ്ഡ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാണ് ഈ കുട്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ജസ്റ്റ് ഒരാൾക്ക് സ്ട്രെസ് എന്തുമാത്രം, അതും ലാസ്റ്റ് 1 വീക്ക് എന്നോ അങ്ങനെ ഏതാണ്ടും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതിനകത്ത് നമുക്ക് നമ്മുടെ സ്ട്രെസ്സർ ഏതാണെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഏത് വാക്ക് എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചെഴുതണം. അപ്പം ഇങ്ങനത്തെ ഐഡന്റിഫൈ എഴുതാൻ പറ്റില്ല. ഹൗ കോമ്പാറ്റബിലിറ്റി ക്യാൻ മിറ്റിഗേറ്റ് എന്ന് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഹൗ അല്ലെങ്കിൽ വെദർ, ഇവാലുവേറ്റ് എന്നുള്ള വാക്കുകൾക്ക് ഉപയോഗിക്കുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പാറ്റബിലിറ്റി ഇല്ലാത്ത കുറച്ച് കപ്പിൾസിനെ എടുത്ത് അവർക്ക് കോമ്പാറ്റബിൾ ആവാനുള്ള കാര്യങ്ങൾ കൊടുത്തു. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. ഹൗ കോമ്പാറ്റബിലിറ്റി ക്യാൻ മിറ്റിഗേറ്റ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. സോ നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ഹൗ നമ്മളിങ്ങനെ കട്ടി കൂടിയ ഗുമ്മിന് കുറച്ച് വാക്കുകൾ വെറുതെ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യരുത്. കാരണം ഇതിനെല്ലാം അർത്ഥമുണ്ട്. So if you are not identifying, you should not tell it you are going to identify. And if you are not doing any kind of experimental, you cannot say you are going to examine how എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ബേസിക്കലി ഞാൻ ഇതിനകത്ത് മഞ്ഞ ഇട്ടേക്കുന്നതെല്ലാം തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് റിസർച്ച് പ്രോബ്ലം ഇസ് ഫൈൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് എന്നുള്ളത് കുഴപ്പമില്ല. അടുത്തത് ഒബ്ജക്റ്റീവ്സിൽ പറയുമ്പോൾ ടു അസസ്, നമ്മൾ സാധാരണ വരുന്ന ഒരു ഒബ്ജക്റ്റീവ് അതായിരിക്കും ടു അസസ് ദ ലെവൽ ഓഫ് സൈക്കോളജിക്കൽ സ്ട്രെസ്. രണ്ടാമത്തേത് ടു അസസ് ദ ലെവൽ ഓഫ് മെറിറ്റൽ കോമ്പാറ്റബിലിറ്റി, അത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് എഴുതാം. ടു ഇവാലുവേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. അല്ലെ ടു അണ്ടർസ്റ്റാൻഡ് ദ അങ്ങനത്തെ
സിമ്പിൾ. നമ്മൾ ആകെപ്പാടെ ഇവിടെ ചെയ്യാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നെങ്കിൽ കോറിലേഷനും ടി ടെസ്റ്റും ഒക്കെയാണ്. ഇൻ യൂസിങ് ദോസ് 2 ടെസ്റ്റ് യു ആർ നോട്ട് ഗോയിങ് ടു ഇവാലുവേറ്റ് ഓർ അനലൈസ് എനിത്തിങ്. സോ ഇങ്ങനത്തെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ടു അനലൈസ് ദ ഇമ്പാക്ട്, കണ്ടോ, ഇമ്പാക്റ്റ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ സ്ട്രെസ് കുറവുള്ളതും അത് കഴിഞ്ഞാൽ ആ കൊച്ചിന് സ്ട്രെസ് കൂടുതൽ കൊടുത്തു എന്നാലേ നമുക്ക് ഇമ്പാക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു കാറിന് എന്താ പറയുക, നമ്മൾ ഈ മാനുഫാക്ചേഴ്സ് ഒക്കെ പറയത്തില്ലേ, എൻ്റെ കാറ് ഭയങ്കര സേഫ് ആണ്, എങ്ങനെയാ പറയുന്നത്, ഒരു സാധനം കൊണ്ട് ആ കാറിന്റെ മേളിലിടും അല്ലെ, ഒരു 5 കിലോ സാധനം 500 കിലോ സാധനം ഇട്ടിട്ടല്ലേ പറയുന്നത് ഓക്കെ മൈ കാർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദിസ് എന്ന് പറയത്തുള്ളൂ. സോ ഇഫ് യു ഹാവ് ടു അനലൈസ് ആൻഡ് യു ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്ട്, അപ്പൊ അങ്ങനത്തെ റിസർച്ച് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ റിസർച്ചിൽ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അടുത്താണ് ഹൈപ്പോത്തസിസ്. ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്ന there is a significant negative relationship എന്ന് പറയുന്ന കോറിലേഷനെയാണ് നമ്മൾ ഡിറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയും. നമുക്ക് രണ്ട് തരം ഹൈപ്പോത്തസിസ് ആണുള്ളത്, നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും. നൾ എന്ന് പറഞ്ഞാൽ there is no significant relationship എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്, നോ. ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത് there is a significant relationship. ആ ഓൾട്ടർനേറ്റിൽ ഒരു ടൈപ്പാണ് സിഗ്നിഫിക്കൻറ്റ് നെഗറ്റീവ്, അതായത് ഡിറക്ഷൻ പറഞ്ഞു കൊടുക്കുക, എനിക്ക് ഉറപ്പാണ് ഇവർ തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ സ്ട്രെസ് കൂടുമ്പോൾ കോമ്പാറ്റബിലിറ്റി കുറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതെങ്ങനെ ഉറപ്പ് പറയണത്? ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ യുവർ റിവ്യൂ ഓർ തിയറി. അപ്പം ഇത് രണ്ടും ഇല്ലാതെ എനിക്ക് മനസ്സിൽ തോന്നുന്നതെന്ന് പറഞ്ഞ് നമുക്കിത് എഴുതാൻ പറ്റത്തില്ല. സോ ഇഫ് ദർ ഇസ് നോ തിയറി അവൈലബിൾ ഓർ തിയറി ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റഡി പോലും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. So if there is no previous literature available, you cannot use alternate hypothesis. There is എന്ന് പോലും പറയാൻ പറ്റത്തില്ല, there will be no എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ directional hypothesis കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ you have to be very sure. നിങ്ങൾക്ക് റിവ്യൂ നിങ്ങൾ നടത്തി, ഞാൻ എല്ലാ സ്റ്റഡിയിലും നെഗറ്റീവാണ് കണ്ടത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തും നെഗറ്റീവ് എഴുതാൻ പറ്റും. ഓക്കെ. പിന്നെ ഓപ്പറേഷണൽ ഡെഫിനിഷനൊക്കെ എഴുതിയിട്ടുണ്ട്. മെഷേർഡ് യൂസിങ് എ സ്റ്റാൻഡർഡൈസ്ഡ് സ്ട്രെസ് സ്കോർ എന്നല്ല പറയേണ്ടത്, measured using perceived stress scale by this person and the score ആണ് സ്ട്രെസ് ആയിട്ട് കണക്കാക്കുന്നതെന്ന് എഴുതണം നമ്മൾ. സോ അങ്ങനെ ഒരു കറക്ഷൻസ് ഉണ്ട്. ഇനി അടുത്ത സാമ്പിൾ ആണ്. സാമ്പിൾ എഴുതിയേക്കുന്നതൊക്കെ കറക്റ്റാണ്, പക്ഷെ 25 to 50 എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഏജ് എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് പറയണം. സോ 25 to 50 എന്ന് പറയുമ്പോൾ അഡൽട്ട്ഹുഡ് അങ്ങ് വരിക. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 25 വയസ്സുള്ള കല്യാണം കഴിച്ച ഒരാളും 50 വയസ്സുള്ളവരും തമ്മിൽ ഉറപ്പായിട്ടും കോമ്പാറ്റബിലിറ്റിയിൽ വ്യത്യാസം വരത്തില്ലേ? അപ്പൊ നമ്മുടെ സ്റ്റഡി ഓൾറെഡി ബയാസ്ഡ് ആവത്തില്ലേ? സാമ്പിൾ എടുക്കാൻ നമുക്ക് അങ്ങനെ എടുക്കാം, പക്ഷെ നമ്മളോട് തന്നെ ഒരു ഇൻജസ്റ്റിസ് ചെയ്യുന്ന പോലെ ഇരിക്കും. സോ ബി ലിറ്റിൽ മോർ റാഷണൽ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു, 25-നെയും 30-നെയും അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി എടുക്കാനാണെങ്കിൽ ഓക്കെ, 25 തൊട്ട് 30, 30 തൊട്ട് 40 വരെയൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാനാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ മനസ്സിലില്ലെങ്കിൽ ഇങ്ങനത്തെ വൈഡ് റേഞ്ച് ഓഫ് സാമ്പിൾ നമ്മൾ എടുക്കാൻ പാടില്ല. ഇപ്പൊ എടുത്താൽ നമുക്കതിൽ ശരിയല്ല ഇമാര്. അടുത്തൊരു ഇത് കണ്ട ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് കണ്ടു ഞാൻ. നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് സ്റ്റഡീസ് 2 ടൈപ്പ് ഉണ്ട്, ലോങ്ങിറ്റ്യൂഡിലും ക്രോസ് സെക്ഷണലും. നിങ്ങൾ ഏതെങ്കിലും എവിടെയൊക്കെ കണ്ടതായിരിക്കും. പക്ഷെ ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത് എല്ലാ മേഖലയിൽ, അതായത് ഇപ്പം ലോങ്ങിറ്റ്യൂഡൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ എനിക്ക് 2 വയസ്സുള്ള ഒരു കൊച്ചിനെ, ആ കൊച്ചിനെ നമ്മൾ ജീൻ പിയാഷെ ഒക്കെ പഠിച്ചത് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ചാണ്. ഫോർ എ ലോങ് ടൈം ഇഫ് യു ആർ സ്റ്റഡിങ് എ പെർട്ടിക്കുലർ സാമ്പിൾ ദാറ്റ് ഇസ് നോൺ ആസ് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച്. പക്ഷെ ഇവിടെ നമ്മൾ ക്രോസ് സെക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, ഞാനിപ്പം 25 വയസ്സുള്ള ഒരു 10 പേരെ, പിന്നെ 30 വയസ്സുള്ള 10 പേരെ, 40 വയസ്സുള്ള 10 പേരെ, അതായത് വ്യക്തമായിട്ട് ഞാൻ കാറ്റഗറീസ് എടുത്ത് അതിൽ നിന്ന് വ്യക്തമായ ക്രൈറ്റീരിയ വെച്ച് ഞാൻ പിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് എനിക്ക് ക്രോസ് സെക്ഷണൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എനിക്ക് കൈ കിട്ടുന്നവരെ വെച്ച് 10, 25, 5, 30 അല്ലെങ്കിൽ ഒരു 1, 2, 50 അങ്ങനെ പിക്ക് ചെയ്യുന്നതല്ല. സോ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സേഫർ ആയിട്ട് എഴുതാൻ നല്ലത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്നാണ്. കാരണം ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമുക്ക് സാമ്പിളിനെ കുറിച്ച് പഠിക്കാം, കോറിലേഷൻ നോക്കാം. സോ എല്ലാവരും തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ നോൺ എക്സ്പെരിമെന്റൽ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ എറർലെസ് ആയിട്ട് നമുക്ക് വരുന്നത്. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സിൽ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എഴുതിയിട്ടുണ്ട്. റിഗ്രഷൻ എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ കണ്ട കോറിലേഷൻ ഭയങ്കര, അതായത് 2 വേരിയബിൾസ് തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഈ ബന്ധം ഏത് ഡിറക്ഷൻ, ആരിലേക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് അറിയാനാണ് റിഗ്രഷൻ എഴുതുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണോ എഴുതുന്നതെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനാണ് ഞാൻ ഇത് യെല്ലോയിൽ ഇട്ടത്.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ടി ടെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ടി ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും പെർസീവ്ഡ് സ്ട്രെസ്സിൽ വ്യത്യാസമുണ്ടോ, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ കോമ്പാക്റ്റബിലിറ്റിനെ മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഏജിൽ 25 വയസ്സുള്ളവരുടെ കോമ്പാക്റ്റബിലിറ്റി ആണോ നമുക്ക് 30 വയസ്സിൽ വരുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ഡിഫറൻസിന് വേണ്ടി ടി ടെസ്റ്റും ആഡ് ചെയ്യാം. സോ ഇത്രയും ഞാൻ കണ്ടു. പിന്നെ റെഫറൻസസ് ഇസ് ഫൈൻ, പക്ഷെ നമ്മൾ എപ്പോഴും ഇപ്പം നമ്മൾ റെഫറൻസസ് എഴുതുമ്പോൾ ഇതിനകത്ത് DOI എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാരണം നമ്മൾ ഈ ജേർണലല്ലല്ലോ നമ്മൾ വായിച്ചത്. അപ്പൊ നിങ്ങൾ ഇത് വേറെ എവിടുന്നേലും ഏതെങ്കിലും നെറ്റിൽ നിന്നായിരിക്കുമല്ലോ സോഴ്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ അതിന്റെ DOIയും കൂടെ ഒന്ന് എടുക്കുവാണെങ്കിൽ, അങ്ങനെ റെഫറൻസ് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ ആക്ച്വലി പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, ചോദിക്കുക. പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ടോപ്പിക്ക് പറയുന്നുള്ളൂ. അപ്പോൾ സിനോപ്സിസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വലി റിസർച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഓർത്തിരിക്കുന്നത്, സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ആസ്ക്ഡ് ടു പേ ദ ഫീസ്, ഹാഫ് ദ ഫീസ്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മൾ വർക്ക് സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് സം ലയബിലിറ്റി. അപ്പം ഇത് അയ്യോ പൈസ കൊടുത്തല്ലോ എന്നെല്ലാം വിചാരിച്ച് നിങ്ങൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത്. സോ വൺസ് യുവർ സിനോപ്സിസ് ഇസ് ഡൺ, ഡു ഇറ്റ് ഇൻ എ പ്രോപ്പർ മാനർ. അപ്പോൾ അത് മര്യാദയ്ക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിനോപ്സിസ്, ദെൻ യു ഹാവ് ടു പേ ദ ഫീസ്, ഹാഫ് ദ ഫീസ്, സോ ദാറ്റ് നിങ്ങൾക്ക് അറിയാം ഓക്കെ ഞാൻ ഓണാണ്, ഇതിൽ ഐ ഹാവ് ടു കംപ്ലീറ്റ് ദിസ് എന്നുള്ളൊരു ചൂട് കയറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് അറിയാവുന്നതും അല്ലെങ്കിൽ പഠിച്ച് പറയുന്നതായിരിക്കും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.